റംബുട്ടാന്റെ കായകളും പൂവുകളും വ്യാപകമായി കൊഴിഞ്ഞുപോകുന്നതോടെ കർഷകർ നിരാശയിലായി. This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. റംബുട്ടാന്റെ കായകളും പൂവുകളും വ്യാപകമായി കൊഴിഞ്ഞുപോകുന്നതോടെ കർഷകർ നിരാശയിലായി. റബ്ബറിനും തേങ്ങയ്ക്കും അടയ്ക്കുമൊക്കെ വിലയിടിഞ്ഞ് പ്രതിസന്ധിയിലായ കർഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് പഴവർഗ്ഗങ്ങളുടെ കൃഷിയിലേക്ക് തിരിഞ്ഞത്. റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, ഫുലാസാൻ, അവക്കാഡോ തുടങ്ങിയവയായിരുന്നു വ്യാപകമായി കൃഷി ചെയ്തത്. റംബുട്ടാൻ, മാംഗോസ്റ്റിൻ എന്നിവ നട്ട് 3-ാം വർഷം മുതൽ കായ്ക്കുവാൻ തുടങ്ങും. ആദ്യകാലത്ത് ഇവയിൽ നിന്നും മികച്ച വിളവാണ് കർഷകർക്ക് ലഭിച്ചിരുന്നത്, പ്രത്യേകിച്ച് റംബുട്ടാനിൽ നിന്നും. സ്വാദേറിയ പഴമായതിനാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമായിരുന്നു റംബുട്ടാൻ. മാർക്കറ്റിൽ 350 രൂപ വരെ 1 കിലോയ്ക്ക് വില വന്നിരുന്നു. ഇതോടെ കൃഷിയും വർദ്ധിച്ചു. എന്നാൽ സാധാരണ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ പൂവിട്ടിരുന്ന റംബുട്ടാൻ മരങ്ങൾ മിക്കതും പിന്നീട് പൂവിടുന്നത് വൈകി. ഇതോടെ കായകൾ പാകമാകുന്നതിനും താമസം നേരിട്ടു. പൂക്കളും കായകളും വ്യാപകമായി കൊഴിയുകയും ചെയ്യുന്നു. മഴക്കാലമായാൽ പഴങ്ങൾക്ക് വിലയും കുറയും. കുമിൾബാധ ഉൾപ്പെടെയുള്ള രോഗങ്ങളും കിളികളുടെ ശല്യവും കാലാവസ്ഥാ വ്യതിയാനവുമൊക്കെ റംബുട്ടാൻ കൃഷിയെ പിന്നോട്ടടിച്ചു. ഈ വർഷം പിന്നെ നന്നായിട്ട് പൂത്തായിരുന്നു. ഭയങ്കര ഇല പോലും കാണത്തില്ലാത്ത രീതിയിലായിരുന്നു പൂത്ത് നന്നായിട്ട് കായ്ച്ചു. ഒരു 10 കാ വന്ന് ഒരു 1/2 പിന്നെ കൊഴിയാൻ തുടങ്ങി. കൊഴിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിയും കൊഴിഞ്ഞ് താഴെ വീണ് കിടക്കുന്നത് കുറച്ചും കൂടെ ഒരു മാസം കൂടെ മുമ്പിലായി. കാലാവസ്ഥ ഇതുകൊണ്ടാണ്. 1 മാസം മുമ്പിലേ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതിൻ്റെ ഗുണം കിട്ടിയിരുന്നു. പിന്നെ വിൽക്കാനായിട്ടാണെങ്കിലും അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. എന്നാലും അത്യാവശ്യം ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ടോ കൊടുക്കുമായിരുന്നു. പക്ഷേ ഞാൻ കൃഷിഭവനിൽ പോയിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഇന്നലെ കായ് പൊഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അവർ പിന്നെ ഈ വീര്യം പറഞ്ഞിട്ട് 100% മറ്റേ ബോഡോമിസ്റ്റർ അടിച്ച് കളിക്കാൻ പറഞ്ഞു. അത് പിന്നെ ഞാനത് ബോഡോമിസ്റ്റർ ആയതുകൊണ്ട് അടിച്ചില്ല. അത് ഇപ്രാവശ്യം വേറൊരാളൊരു മരുന്ന് പറഞ്ഞിട്ട് അടിച്ചു. അത് കഴിഞ്ഞ ശേഷവും പിന്നെ ഇതുപോലെ ഇതായിട്ട് പോകാം. പക്ഷേ ഇതേ കൃഷിഭവനിൽ പോയിട്ട് എന്തെങ്കിലും അവരൊരു ഇന്ത്യക്ക് വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു പിന്നെ പറഞ്ഞു തരുമായിരുന്നെങ്കിൽ കർഷകർക്ക് കുറച്ച് ഉപകാരം ആയതിനേനും. തീരെ ഇതില്ലല്ലോ, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ ഗുണത്തിൽ എത്തുന്നില്ല കർഷകർക്ക്. അത് തന്നെ അമിതമായ ചൂട്, മഴ എന്നിവ റംബുട്ടാന് നല്ലതല്ല. മണ്ണിലെ അമ്ലത്വം, NPK വളങ്ങളുടെ അഭാവം, ആവശ്യമായ മൂലകങ്ങൾ ലഭിക്കാതെ വരിക എന്നിവയൊക്കെ കാരണങ്ങളാകുന്നുവെന്ന് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പറഞ്ഞു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.